പ്രിയമുള്ളവരെ, വോട്ടിംഗ് മെഷീന് വലിയ താമര മഹബത്ത് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കാസർഗോഡ് ചെക്ക് ചെയ്യപ്പെട്ട ധാരാളം മെഷീനുകളിൽ താമരയോട് ചെയ്യുന്ന വോട്ടുകൾക്കൊക്കെ പ്രത്യേകമായ താല്പര്യം. അതിപ്പോൾ ചെയ്തു വെച്ച ഒരു പരിപാടി ആയതുകൊണ്ട് ആ രീതിയിലല്ലാതെ നടക്കാൻ സാധ്യതയില്ല. അതേസമയം പരിശോധിക്കുമ്പോൾ കണ്ണിൽ പൊടിയിട എന്നൊക്കെ ആയിരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവുക ഇലക്ഷൻ കമ്മീഷനും അതുപോലെ ഇത് ആവിഷ്കരിച്ചവരൊക്കെ. അപ്പോൾ ഏതായാലും വസ്തുത വളരെ വ്യക്തമായി ബോധ്യപ്പെട്ടു. വോട്ടിംഗ് മെഷീൻ വിശ്വസിക്കാൻ കൊള്ളാത്തതാണ്. അതുകൊണ്ട് ഒരുപാട് ജനാധിപത്യ വിരുദ്ധമായ ജനവിധിക്കെതിരായ ഒരുപാട് നീക്കങ്ങൾ അതുകൊണ്ടുണ്ടാകും എന്നതൊക്കെ വളരെ വ്യക്തമായി ഇന്നലെയും ബോധ്യപ്പെട്ടു, മുമ്പ് തന്നെ ബോധ്യപ്പെട്ടതാണ്. കാരണം എന്താണ്? ഇപ്പോൾ ഭരിക്കുന്നവരും ആ ഭരിക്കുന്നവരുടെ ഏട്ടന്മാർ ജോലി ചെയ്യുന്ന കോടതികളും മറ്റുമൊക്കെ നിലവിലുണ്ടാകുമ്പോൾ വോട്ടിംഗ് മെഷീൻ എന്ന് പറയുന്നത് ജനങ്ങളെ ചതിക്കുന്ന, ജനവിധി മാറ്റിമറിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ന് ലോകം മൊത്തം മനസ്സിലാക്കി അത് ബഹിഷ്കരിച്ചു. വലിയ മാതൃകാ രാജ്യമായിട്ട് ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേക കോകിലമായിട്ടൊക്കെ വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കയിൽ പോലും തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ബാലറ്റ് പേപ്പറുകൾ മുഖേനയാണ്. കാരണം വിശ്വസിക്കാൻ അതേ കൊള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് ലോകം നിരാകരിച്ചതാണ് വോട്ടിംഗ് മെഷീൻ എന്നുള്ളത്. പണിമുടക്കും മറ്റൊക്കെ ധാരാളം ഉണ്ടാകും. ഒരുപാട് വോട്ടിംഗ് സമയത്ത് അത് ദൈർഘ്യമാക്കും. അങ്ങനെ പലർക്കും വോട്ട് ചെയ്യാൻ പറ്റാത്ത, ഉള്ള സമയത്ത് വോട്ട് ചെയ്ത് തീരാൻ പറ്റാത്ത ഒരുപാട് പ്രതിസന്ധികൾ അതുകൊണ്ട് ഉണ്ടാകുന്നുണ്ട്. അത് വളരെ എളുപ്പത്തിന് വേണ്ടിയാണ് എന്നൊക്കെ പറയുമെങ്കിലും വളരെയധികം പ്രയാസം സൃഷ്ടിക്കുന്ന, വളരെയധികം സ്ലോ ആക്കുന്ന പരിപാടിയാണ് യന്ത്ര വോട്ടിംഗ് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ഇവിടെ വോട്ടിംഗ് മെഷീനിൽ വോട്ട് ചെയ്യുമ്പോഴൊക്കെ ഒരു താമരക്കാണ് ഡബിളായി വരുന്നത്. ഒരുപാട് ചിഹ്നങ്ങളുണ്ട്, 10 ചിഹ്നങ്ങളുണ്ടെങ്കിലും ചെയ്യുന്ന വോട്ട് ഡബിളായി വരികയാണെങ്കിൽ താമരയ്ക്ക് വരിക. അത് കൈക്കോ അല്ലെങ്കിൽ കൈപ്പത്തിക്കോ അതുപോലെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിനോ കതിരിനോ ഒന്നും വരുന്നില്ല. ഇത് വളരെ ആസൂത്രിതമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടെ ഉൾപ്പെടെയുള്ളവർ ചെയ്തു വെച്ച പരിപാടിയല്ല എന്ന് പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ എന്തുകൊണ്ട് കമ്മീഷനോട് ഒരുപാട് മുറവിളികൾ പല ഭാഗത്തു നിന്നും ഉയർന്നതാണ്. വോട്ടിംഗ് മെഷീൻ മാറ്റണം എന്നുള്ളത്, അത് ഒഴിവാക്കി ബാലറ്റ് പേപ്പർ ആക്കണം എന്നുള്ളത്. അതിനൊരു ന്യായീകരണം പറഞ്ഞാൽ എന്താണ്? ഒരുപാട് തൊഴിലാളികൾ വേണ്ടി വരും, അത് ജോലി ചെയ്യാൻ വേണ്ടി ഉദ്യോഗസ്ഥന്മാർ വേണ്ടി വരും, അവർക്ക് ശമ്പളം വേണ്ടി വരും. അതല്ലെങ്കിലും ശമ്പളം വേണം. വോട്ടിംഗ് മെഷീൻ ആണെങ്കിൽ ശമ്പളത്തിന് വല്ല കുറവുണ്ടോ? അപ്പോൾ അതൊക്കെ ദുർന്യായങ്ങൾ മാത്രമാണ്. മാത്രമല്ല ആർക്കും തന്നെ വലിയ ബേജാറൊന്നുമില്ല, പെട്ടെന്ന് വോട്ടിങ്ങാണ് തീരണം എന്ന് കരുതുകൊണ്ട്. ഒരു ബൂത്തിൽ 1000 വോട്ടുണ്ട് എങ്കിൽ അത് തീരാനുള്ള സമയം ഇവിടെ അനുവദിക്കുന്നുണ്ട്. ഇനി വോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ ഇനി അടുത്ത ദിവസം വരെയും വോട്ട് ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ലൈനിൽ വന്ന് നിന്നാൽ ആ സമയം അവസാനിക്കുന്നതിന് മുമ്പ് ലൈനിൽ വന്ന ആളുകൾക്കൊക്കെ വോട്ട് ചെയ്യാൻ അനുവദിക്കണമെന്നാണ്. അപ്പോൾ അതുകൊണ്ട് എത്ര ലൈൻ നീണ്ടുപോയാലും, അടുത്ത ദിവസം വരെ നീണ്ടുപോയാലും വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ട്. ബാലറ്റ് പേപ്പർ നിലവിൽ വരുന്നതുകൊണ്ട് സമയം ദൈർഘ്യമാകണമെങ്കിലും ആ വിഷയം അവിടെ പരിഹരിക്കാൻ കഴിയും. പിന്നെ അതിൻ്റെ റിസൾട്ടൊക്കെ പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയാണ് എങ്കിൽ ഇതുവരെ വേവാൻ വേണ്ടി കാത്തുന്നവർക്ക് ചൂടാറാൻ കാത്തിരിക്കാൻ യാതൊരു പ്രയാസമില്ല. ഇതുവരെയും വോട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് വോട്ട് എണ്ണുന്നത്. ആ എണ്ണുമ്പോൾ വലിയ സ്പീഡിൽ കിട്ടണമെന്നൊന്നും നിർബന്ധമില്ല. സ്പീഡിൽ കിട്ടാതിരിക്കുമ്പോഴാണ് വലിയ രാഷ്ട്രീയ ബോധം ഓരോരുത്തർക്കും ഉയരൽ. പെട്ടെന്ന് തന്നെ റിസൾട്ടാണ്ട് വരുമ്പോൾ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ വിലയിരുത്താനൊന്നും സമയം ഉണ്ടാവില്ല. അതുവരെയെങ്കിലും ആശ്വസിക്കുന്നവർക്ക് ആശ്വസിക്കുവാനും പിടിച്ചു നിൽക്കുന്നവർക്ക് പിടിച്ചു നിൽക്കാനൊക്കെ കഴിയുമായിരുന്നു മുമ്പ് ബാലറ്റ് പേപ്പർ എണ്ണി തീരുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ദുർന്യായങ്ങളാണ്. അപ്പോൾ ഇവിടെ കാസർഗോഡ് ഉണ്ടായിട്ടുള്ളത് ഒരു കേവലം ഒരു സാങ്കേതിക തകരാറ് എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കാൻ പറ്റില്ല. എപ്പോഴും ഇവിടെ നടക്കാറുള്ളതാണ്. വോട്ടിംഗ് മെഷീൻ കൊണ്ടുവന്ന് പല ബൂത്തിലും ഒരു തവണയെങ്കിലും പണി മുടക്കാത്തതായിട്ട് നമ്മൾ കാണാറില്ല. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന സമയത്ത് മുമ്പൊക്കെ കോടതിയിലും മറ്റൊക്കെ പരാതി വന്നാണെങ്കിൽ അതൊക്കെ ശരിയാവും, അതൊക്കെ ശരിയായിക്കാണാൻ പരിഹരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വെറുതെ വിടുമെന്നല്ലാതെ ഇപ്പോൾ ഇത് വന്നപ്പോഴും സുപ്രീം കോടതി വരെ ഇടപെട്ടിക്കുകയാണ് പെട്ടെന്നൊക്കെ ക്ലിയർ ആക്കണമെന്ന് കമ്മീഷനോട്. ആരാണ് ഈ കമ്മീഷൻ? ഭരിക്കുന്നവരുടെ ഏട്ടൻ. ആ ഏട്ടന്മാർക്ക് നിർദ്ദേശം നൽകുന്ന കോടതിയോ അതിൻ്റെ വലിയ ഏട്ടൻ. അങ്ങനെ ആണ് ഇപ്പോൾ നമ്മുടെ ഭരണ സംവിധാനമുള്ളത്. അതുകൊണ്ട് ഇത് സാരമില്ല എന്ന് പറഞ്ഞ് അവഗണിക്കാൻ പറ്റുന്നതല്ല. കൃത്രിമത്തെ ഉണ്ടാക്കി തീർക്കുന്ന പരിപാടിയാണിത്. കൃത്രിമം തിരിച്ചറിഞ്ഞുകൊണ്ട് ലോകം മുഴുവനും തള്ളിയ ഈ ഏടാകൂടത്തെ കോടതിയുടെയോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയോ അംഗീകാരത്തോടുകൂടെ നടപ്പിലാക്കാൻ ജനങ്ങൾ അനുവദിക്കരുത്. ഇങ്ങനെ ഒരു വിഷയം സംഭവിച്ചാൽ നമ്മൾ പരാതി കൊടുക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷന്. അവർ കുറേ കാലമാണ് ചർച്ച ചെയ്ത് കണ്ട്
അതെന്ത് ചെയ്യും, അതിൻ്റെ സാങ്കേതികത്വം പരിശീലിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും ആ മെഷീൻ പുറത്തിറക്കും. ഇവിടെ ഇതിനെതിരെ ജനകീയ പ്രക്ഷോഭമാണ് വേണ്ടത്. കോടതി വളപ്പിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വളപ്പിലുമാണ് ഇതിനു വേണ്ടി ശരിക്ക് പ്രതിരോധം തീർക്കേണ്ടത്, അതുപോലെ പാർലമെൻറ്റിലും. എന്നാൽ മാത്രമേ അവർ ഈ പരിപാടി പിൻവലിക്കുകയുള്ളൂ. കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പിൽ BJP ജയിച്ചതൊക്കെ ഇപ്പോൾ ഇതുപോലെ ആയിരിക്കും എന്ന് മനസ്സിലാക്കിയാൽ ആരും തെറ്റിദ്ധരിപ്പിക്കാൻ പറ്റില്ല, ആരും കുറ്റം പറയാൻ പറ്റില്ല. ഒരു വോട്ട് ചെയ്യുമ്പോഴത്തിന് 2-3 വോട്ട് ചെയ്യുക, ആ പാർട്ടിക്ക് ചെയ്യാത്ത വോട്ട് ആ പാർട്ടിക്ക് വരിക, ഇങ്ങനെയുള്ള കോപ്രയങ്ങളാണല്ലോ ഇതിൽ വരുത്തി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ തവണ ജയിച്ച BJP 5 കൊല്ലം കഴിഞ്ഞതുകൊണ്ട് ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പരാതി പറഞ്ഞിട്ട് കാര്യമില്ല. ഏത് തവണ BJP ജയിച്ചിട്ടുണ്ടോ ഇങ്ങനെയുള്ള കൃത്രിമത്തിലൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കൽ ആവശ്യമാണ്. അതുകൊണ്ട് ഇത് തിരുത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് തയ്യാറാവേണ്ടത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് തിരുത്താൻ ഭരണകൂടം അനുവദിക്കില്ല. ആ ഭരണകൂടത്തിന് സപ്പോർട്ട് ചെയ്തിട്ടായിരിക്കും പലപ്പോഴും കോടതി വിധികൾ ഉണ്ടാവുക. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ എതിർ സൃഷ്ടിക്കുന്ന എല്ലാവർക്കെതിരെയും അവിടുത്തെ ആ കമ്പൗണ്ടുകളിൽ ജനകീയ പ്രക്ഷോഭം കൊണ്ട് ഉപരോധം തീർക്കൽ മാത്രമാണ് ഇതിന് പരിഹാരമുള്ളത്. ഇത് പലപ്പോഴും രാഷ്ട്രീയ കക്ഷികളൊന്നും ഒരു ഗൗരവത്തിലെടുത്ത കാര്യം പോലെ തോന്നുന്നില്ല. ഇതിങ്ങനെ ഈ മുറവിളികൾ പല ഭാഗത്തും ഉണ്ടായിട്ടും വോട്ടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പായുന്ന പാച്ചിലിൽ ഇവർ ഈ കാര്യം വിസ്മരിക്കുകയാണ്. മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം. BJPക്ക് ഒരു പരാതിയില്ല, വോട്ട് മെഷീൻ പണി മുടക്കിയാലും കുഴപ്പമില്ല, എങ്ങനെ ആയാലും കുഴപ്പമില്ല, കാരണം ഒക്കെ വരാനുള്ളത് അവർക്കാണ്. അപ്പോൾ അതുകൊണ്ട് പ്രതിപക്ഷ കക്ഷികളാണ് ഇതിനെതിരെ ശക്തമായ സമരം നടത്തേണ്ടത്. അവർ വോട്ട് പിടിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന ഊർജ്ജമൊക്കെ വെറുതെ ചിലവാക്കുക എന്നല്ലാതെ മറ്റുള്ളവർ ഒരു ഊർജ്ജവും ചിലവാക്കാതെ അവരുടെ കൺട്രോൾ റൂമിലിരുന്നു കൊണ്ട് അവർക്ക് വോട്ട് ഇങ്ങനെ സ്വമേധയാ ഇഷ്ടം പോലെ ചെയ്യാത്ത വോട്ടും ചെയ്തൊരു ഡബിളും ആയിട്ട് വരികയാണ്. ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ ഇനി പ്രതിപക്ഷത്തിന് കഴിയില്ല. അവരുടെ വോട്ട് പിടുത്തത്തിൻ്റെ സമയം ഇതിന് മാറ്റിവെച്ചിട്ട് ഇത് പ്രക്ഷോഭത്തിലൂടെ മാറ്റിയെടുത്ത് ബാലറ്റിലേക്ക് കൊണ്ടുവരാൻ അവർ ശ്രമിക്കണം. ഇതിനു വേണ്ടി നമ്മളെ ഭരിക്കുന്ന ആളുകളും തെരഞ്ഞെടുപ്പ് കമ്മീഷനൊക്കെ ചില പൊടിക്കൈകൾ പ്രയോഗിക്കാറുണ്ട്. അതിൽ നമ്മൾ വഞ്ചിതരാവുകയാണ്. അതിന് ഒന്നാമത്തെ ഉദാഹരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട ഒരു വിഷയമാണ്. അതെന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിലൊക്കെ UDFൻ്റെ വിജയം വളരെ വ്യക്തമായിട്ട് അവർ പോലും ഓർക്കാത്ത രീതിയിലുള്ള മഹാഭൂരിപക്ഷത്തിനാണ് ഓരോ മണ്ഡലങ്ങളിലും ആ പാർട്ടികൾ വിജയിച്ചത്. ഒരു പാർട്ടിയും ഇത്ര വോട്ട് ഓരോ മണ്ഡലത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല. പലരും തോറ്റ് തെരഞ്ഞെടുപ്പ് റിസൾട്ടിൻ്റെ മുമ്പ് തോൽക്കുന്നതിന് ജാമ്യം എടുത്തിരുന്നു. തൃശ്ശൂരിലെ സ്ഥാനാർത്ഥി, പാലക്കാട്ടെ സ്ഥാനാർത്ഥിയൊക്കെ തോറ്റു എന്ന് സമ്മതിച്ചതായിരുന്നു. അവരൊക്കെ അവസാനം വോട്ടെണ്ണിയപ്പോൾ ജയിച്ചു വന്നിരിക്കുന്നു. ഇങ്ങനെ ഒരു അത്ഭുതകരമായിട്ട് ജയിച്ചു വരാൻ എന്താ കാരണം? ഈ കൃത്രിമത്തിന് നേതൃത്വം നൽകുന്നവരെല്ലാം കൂടെ ഒരു തീരുമാനമെടുത്തു. ഇതിനെതിരെ പ്രക്ഷോഭം വരാൻ സാധ്യതയുള്ളത് പ്രതികരണശേഷിയുള്ള കേരളത്തിൽ നിന്നൊക്കെയാണ്. അപ്പോൾ കേരളത്തിലുള്ള ഇവരുടെ ഏറ്റവും വലിയ ശത്രു ഇടതുപക്ഷമാണല്ലോ. മൊത്തത്തിൽ പറയുമെങ്കിലും രാജ്യത്ത് പ്രതിപക്ഷം കോൺഗ്രസ് ആണെന്ന് പറയുമെങ്കിലും അവരുടെ ശരിക്ക് അടിസ്ഥാന ശത്രു ഇടതുപക്ഷമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പ്രതികരണശേഷിയുള്ളവർ അവരായിട്ടാണ് ഇപ്പോൾ പാർലമെൻറ്റിലും മറ്റൊക്കെ ബോധ്യപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരെ അടക്കി നിർത്താനും അതോടുകൂടെ തന്നെ കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് UDF സ്ഥാനാർത്ഥികൾക്കും ഇത്രമാത്രം ഭൂരിപക്ഷം അങ്ങോട്ട് ചാർത്തിക്കൊടുത്താൽ പിന്നെ ദേശീയ തലത്തിൽ മറ്റുള്ള മണ്ഡലങ്ങളിലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊന്നും പരാതി ഉന്നയിക്കാൻ അവർ വരികയുമില്ല എന്നൊക്കെ മുൻകൂട്ടി കണ്ടിട്ടായിരിക്കും കഴിഞ്ഞ തവണ ആരും ഓർക്കാത്ത രീതിയിൽ ഓരോ സ്ഥലങ്ങളിലും വിജയിച്ചത് അവർ എങ്ങനെ കണക്കൂട്ടിയിട്ട് അവർക്ക് ഇപ്പോഴും അതിൻ്റെ കണക്കിലേക്ക് എത്തിക്കാനാൻ കഴിഞ്ഞിട്ടില്ല. എങ്ങനെ നമുക്ക് ഇത്ര വോട്ട് കിട്ടിയെന്നാണ് അവർ സംശയിക്കുന്നത്. ഉദാഹരണമായിട്ട് നമ്മളെ പൊന്നാനി മണ്ഡലത്തിൽ ലീഗിൻ്റെ സ്ഥാനാർത്ഥി 50,000 വോട്ടിന് ജയിക്കുമെന്നാണ് പരസ്യമായിട്ട് ആശ്വാസത്തിന് വേണ്ടി പറഞ്ഞിരുന്നത്. പക്ഷേ ഉള്ളിൽ തോൽക്കുമോ എന്ന പേടിയുണ്ട്, അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ ഭൂരിപക്ഷം കുറയുമോ എന്ന പേടി അവർക്കുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉള്ള അവർക്ക് 2 ലക്ഷത്തിൻ്റെ അടുത്താണ് ഭൂരിപക്ഷം. ഇങ്ങാണ്ട് വരുമ്പോൾ പിന്നെ വോട്ടിംഗ് മെഷീനെ കുറിച്ചുള്ള ശ്രദ്ധ അവർക്കുണ്ടാവില്ലല്ലോ. പിന്നെ തോറ്റെടുക്കുന്ന LDF സ്ഥാനാർത്ഥികൾ അതിനുവേണ്ടി രംഗത്തിറങ്ങുകയില്ല എന്നും ഭരിക്കുന്ന RSS പ്രവൃത്തികൾക്കൊക്കെ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഇവരൊക്കെ മൗനികളാക്കാൻ വേണ്ടി കേരളത്തിലൊക്കെ ഈ സംവിധാനം ചെയ്തു കൊടുത്തപ്പോൾ ദേശീയ തലത്തിൽ ഇവിടെ 20 സീറ്റ് ഇങ്ങനാണ്ട് ചെയ്തു കൊടുത്താൽ ബാക്കിയുള്ള 550-ലേറെ സീറ്റുകളിൽ അവർക്ക് ഇഷ്ടം പോലെ വോട്ട് 2ഉം 3ഉം ഒക്കെ ആക്കിയിട്ട് ഒരു വോട്ട് കൊണ്ട് 2 വോട്ടാക്കിയിട്ടും ചെയ്യാത്ത വോട്ട് കൈപ്പത്തിക്ക് ചെയ്ത് താമരക്ക് കിട്ടിയിട്ടൊക്കെ കൂടി ജയിക്കാമല്ലോ. അപ്പോൾ ഇങ്ങനെ അവരൊരു അഡ്ജസ്റ്റ്മെൻറ്റ്
പരിപാടി നടത്തി വിജയിച്ചതാണോ എന്ന് സംശയിച്ചാൽ അതൊരിക്കലും ആരെയും കുറ്റം പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇതിൽ ആത്മാർത്ഥത ഉണ്ട് എങ്കിൽ പ്രതിപക്ഷത്തുള്ള എല്ലാവരും ശക്തമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഓഫീസ് ഉപരോധിച്ച് ഇത് തിരുത്തുന്നത് വരെയും ബാലറ്റിലേക്ക് ഈ പരിപാടി മാറ്റുന്നത് വരെ സമരം ചെയ്ത് കാര്യങ്ങൾ പരിഹരിക്കണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അല്ലാതെ വോട്ട് എവിടുന്ന് BJPക്ക് കിട്ടുന്നു എന്ന് ചിന്തിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല. വോട്ട് കൃത്രിമം നടത്തി അവർ മുഴുവൻ സീറ്റിലും വിജയിക്കാൻ അടിസ്ഥാനപരമായിട്ട് എന്താണ് കാരണമെന്ന് പരിശോധിക്കുന്നതിൽ പ്രതിപക്ഷ കക്ഷികൾ പരാജയപ്പെട്ടിട്ടുണ്ട്. അത് ഇനിയെങ്കിലും തിരുത്തിക്കുറിച്ച് ആ ഭാഗത്തേക്ക് ശ്രദ്ധിക്കണം എന്നാണ് ജനാധിപത്യ ബോധമുള്ള, ജനവിധിയെ മാനിക്കുന്ന, ജനവിധിയാണ് ജനാധിപത്യമെന്ന് അംഗീകരിക്കുന്ന ആളുകളോടും പാർട്ടിക്കാരോടും അണികളോടും പറയാനുള്ളത്.